ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നിങ്ങൾ ധാരാളമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവുമായിട്ട് എനിക്കും 50 വർഷക്കാലത്തെ അല്ലെങ്കിൽ ഒരു 45 വർഷക്കാലത്തെ പരിചയമുണ്ട്, അതിലധികമുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഈ പതിറ്റാണ്ടുകളുടെ ബന്ധം നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും. എതിർചേരിയിൽ നിൽക്കുന്ന സമയത്താണ് പരിചയപ്പെട്ടുള്ളതെങ്കിലും പിന്നീട് ഒരേപോലെ ഒഴുകുന്ന ആളുകളായി ഞങ്ങൾ മാറുകയും, ഞാനിപ്പോൾ പ്ലാനിംഗ് ബോർഡിൽ അംഗമല്ല, 10 വർഷം പ്ലാനിംഗ് ബോർഡിൽ അംഗമായിരിക്കുമ്പോൾ അതിൽ 6 വർഷവും പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ഉമ്മൻചാണ്ടിയായിരുന്നു. ഞാൻ ഒറ്റ വാക്കിൽ നിങ്ങൾ അവസാനിപ്പിക്കാം. എല്ലാവരും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ആർദ്രതയാണ്, കനിവാണ്. ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒഴുകി വരികയാണ്. അങ്ങനെ ആ ഒഴുകി വരുന്നു എന്നുള്ളതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് നിങ്ങളോട് പറയാനാണ് ഞാൻ 2 മിനിറ്റ് ഉപയോഗിക്കുന്നത്. അതിലാദ്യമായിട്ട് കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാം കുട്ടികളാണ്. അപ്പം ആറ്റിറ്റ്യൂഡ് എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഒരുപാടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ അടുത്തേക്ക് കൂടുതൽ ആളുകൾ പോയത്? ഉമ്മൻചാണ്ടിയുടെ അടുത്തേക്ക്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആളുകൾ പോകാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ്, പോകുന്ന ആളുടെ ആറ്റിറ്റ്യൂഡല്ല. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ആറ്റിറ്റ്യൂഡിൽ അങ്ങേയറ്റത്തെ കരുണയുണ്ടായിരുന്നു, ആർദ്രതയുണ്ടായിരുന്നു, സൗമ്യതയുണ്ടായിരുന്നു. അദ്ദേഹം കോപിക്കുന്നത് കേട്ടിട്ടേ ഇല്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് നമുക്ക് 2 or 3 ടിക്ക് കൊടുക്കാം. പക്ഷേ ഞാൻ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ, നിങ്ങളെല്ലാം +2 അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്നവരല്ലേ അല്ലേ? ഏത് ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് കൂടുതൽ? +1, 7ഉം 8ലും ഒക്കെ പഠിക്കുന്നവർ. ഓക്കെ, പാടൻ ഹൈസ്കൂൾ കുട്ടികൾ, ഹൈസ്കൂളിന് മുകളിലുള്ളവരാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്നതിൽ മഹാഭൂരിപക്ഷം ആളുകളും കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് ഉള്ളവരായിരിക്കാം. പക്ഷേ ഉമ്മൻചാണ്ടി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് പറയാം. അത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഉമ്മൻചാണ്ടിയുടെ ആറ്റിറ്റ്യൂഡിന് നമ്മൾ 1, 2, 3 ടിക്ക് കൊടുക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യവും കൂടെ കേരളത്തിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കണം. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി പോലും ഒരു നല്ല മനുഷ്യൻ്റെ അടുത്തേക്ക് ഓടിയെത്തേണ്ട ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിർവഹിച്ച് കിട്ടാത്തതുകൊണ്ട് വലിയ പ്രയാസത്തിലാണ്. പ്രത്യേകിച്ച് ഒരു BPL റേഷൻ കാർഡ് കിട്ടുക, ഒരു വലിയ സമ്പന്നനായവർക്ക് അതൊരു പ്രശ്നമല്ല. ഒരു ആശുപത്രിയിൽ ഒരു ചെറിയ സൗകര്യം കിട്ടുക, ഒരു കിടക്ക കിട്ടുക, താഴെയെങ്കിലും ഒന്ന് കിടക്കാൻ പറ്റുക, ഒരു ഡോക്ടറെ കാണുക, ഒരു അഡ്മിഷൻ കിട്ടുക, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിർവഹിക്കാൻ ആളുകൾക്ക് നല്ല മനുഷ്യരെ ഓടിയെത്തി കാണേണ്ടി വരുന്നു എന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ്സാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ സിസ്റ്റം കറക്റ്റ് ചെയ്യണം. ആ സിസ്റ്റത്തിന് നേരെ പിടിച്ച അങ്ങേയറ്റം ദുർബലമായ, ഫ്രജൈലായ നമ്മുടെ സമൂഹത്തിന് നേരെ പിടിച്ച ഒരു കണ്ണാടിയാണ് ഉമ്മൻചാണ്ടി. അതുകൊണ്ട് ഉമ്മൻചാണ്ടി എന്ന കണ്ണാടിയെ നമ്മൾ കാണുമ്പോൾ ആ കണ്ണാടിയിൽ കണ്ട പ്രതിബിംബങ്ങളെയാണ് നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി മരിച്ചിട്ടും അദ്ദേഹം നമ്മളോട് പറയുന്ന കാര്യം, നിങ്ങൾ ഇത് കറക്റ്റ് ചെയ്യൂ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കറക്റ്റ് ചെയ്യൂ. ആ കറക്ഷന് വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ് ഉമ്മൻചാണ്ടി. ഞാനിപ്പോൾ ചാണ്ടിയോട് പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോണേ, നമ്മുടെ അടുത്തേക്ക് പാവപ്പെട്ട ആൾക്കാർ വരും, നമ്മൾ വിചാരിക്കും അവരാണ് ഏറ്റവും പാവപ്പെട്ടവർ. പക്ഷെ അവരല്ല ശരിക്കും പാവപ്പെട്ടവർ. നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ പോയി കാണാൻ സാധിക്കുമെന്നോ, അങ്ങനെ കണ്ടാൽ എന്തെങ്കിലും കാര്യം സാധിക്കുമെന്നോ അറിയാത്ത ആളുകളാണ് യഥാർത്ഥ പാവപ്പെട്ട ആളുകൾ. അതുപോലെ ഇങ്ങോട്ട് എത്താൻ പറ്റാത്തവരാണ് ഏറ്റവും പാവപ്പെട്ട ആളുകൾ. അതുകൊണ്ട് നമ്മളെ ആക്സസ് ചെയ്യുന്നവരല്ല, നമ്മളെ ആക്സസ് ചെയ്യാൻ പറ്റാത്തവരാണ് ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നവർ. അവിടെ ഒരിക്കലും നിങ്ങൾ അവരുടെ പ്രശ്നമൊക്കെ പരിഹരിച്ചു എന്ന് എന്നോട് ഉമ്മൻചാണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ അവരുടെ പ്രശ്നം പരിഹരിച്ചു എന്ന് വിചാരിക്കരുത്.
അത്തരം ആളുകളുടെ പ്രതിനിധിയായ ഒരാളുടെ പ്രശ്നം പരിഹരിച്ചു എന്നേ വിചാരിക്കാവില്ല. ഞാൻ പാവങ്ങളുടെ പ്രശ്നമൊക്കെ പരിഹരിച്ചു എന്ന് ഒരിക്കലും ധരിക്കരുത് എന്ന് അദ്ദേഹം പറയുണ്ടായി. എന്തായാലും ഞാൻ നീട്ടുന്നില്ല, നമുക്ക് പാനലിൽ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാം. അദ്ദേഹം ഒപ്പം തന്നെ ഒരു പാവപ്പെട്ടവൻ്റെ BPL കാർഡ് ശരിയാക്കുന്ന പോലെ തന്നെ മെഗാ പ്രോജക്റ്റുകളും വൻകിട പദ്ധതികളും മെട്രോയും വിഴിഞ്ഞും ഒക്കെ ചെയ്യുന്നതിനും ഒരുപോലെ ശ്രദ്ധാലുവായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാം. അദ്ദേഹം കാണിച്ചു തന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മളാലാവുന്നത് ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.